ജീവബലം ഞാനാരെ പേടിക്കും. മാരാമൺ കൺവെൻഷൻ മൂലം ജനലക്ഷങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ പാപമോചനവും മാനസാന്തരവും ലഭിക്കുവാനിടയായി തീർന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇതൊക്കെ സർവശക്തനായ ദൈവം തമ്പുരാൻ്റെ കൃപയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ഈ പമ്പയുടെ ഇരുകരകളിൽ നിന്നും ലക്ഷക്കണക്കിന് ആൾക്കാർ, പ്രത്യേകിച്ച് ഈ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ചിതറിപ്പാർക്കുന്ന വ്യത്യസ്ത മതവിഭാഗങ്ങളുള്ള ആൾക്കാർ ഇവിടെ എത്തുകയും അവരുടെ മനസ്സിനും ശരീരത്തിനും സന്തോഷം ലഭിക്കത്തക്ക രീതിയിലുള്ള വചനം കേട്ട് അവരുടെ ജീവിതം ഓരോ ദിവസവും മാനസാന്തരത്തിൻ്റെ പാതയിലേക്കായിത്തീരുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ സന്തോഷം നിറഞ്ഞ കാര്യമാണ്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരും തന്നെ ഈ മാരാമൺ കൺവെൻഷൻ്റെ ഇവിടെ നിന്നും വാരി വിതറുന്ന വചനത്തിൽ നിന്നും ഉൾക്കൊണ്ട ആ ശക്തി ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും പോകുമ്പോൾ തീർച്ചയായും വർഷത്തിൽ ഫെബ്രുവരി മാസം നടക്കുന്ന ഈ മാരാമൺ കൺവെൻഷൻ ജനങ്ങളുടെ ഹൃദയങ്ങൾ ഇടം പിടിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യോനായുടെ പുസ്തകം 4-ാം അധ്യായം 10-ാമത്തെ വാക്യം. അതിന് യഹോവ, നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെക്കുറിച്ച് നിനക്ക് അയ്യോ ഭാവം തോന്നുന്നുവല്ലോ. എന്നാൽ വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ച് അറിഞ്ഞുകൂടാത്ത 1,20,000 ചില്ലുവാനും മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് നിനക്ക് അയ്യോ ഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. ഇത് 3 നൊയമ്പിൻ്റെ 2-ാം ദിവസമാണ്. ഈ നൊയമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നൊയമ്പ് എന്ന് പറയുന്നത് ഞാനോ കുറയണം, അവനോ വളരണം. എൻ്റെ താല്പര്യങ്ങളിൽ ഞാൻ വളരുകയല്ല, ദൈവത്തിൻ്റെ താല്പര്യത്തിൽ ഞാനായി തീരാനായിട്ട് ശ്രമിക്കണം. ഇന്ന് നമ്മൾക്കുള്ള ദൈവദർശനത്തിൽ നമ്മളെ ഉയർത്താൻ ശ്രമിക്കുന്നത് ദൈവം യേശുക്രിസ്തുവിൽ കൂടെ കാണിച്ച മനുഷ്യദർശനത്തിലേക്ക് നാം വളരുന്നതാണ് ദൈവം. സ്വർഗത്തിൽ പാനാണോ ഭൂമി പാനാണോ, ഭൂമി ജീവിക്കാനാണോ നൊയമ്പ്? എന്നെപ്പോലെ സ്വർഗത്തിൽ ചെല്ലുന്നവരെ സ്വർഗത്തിൽ പോകുമെന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണോ നൊയമ്പ്, അതോ സ്വർഗം വേണ്ടെന്ന് പറയുന്നവർക്ക് വേണ്ടി? യോനായുടെ പുസ്തകം ആരുടെ രക്ഷയെപ്പറ്റി പറയും അറിയാം? നിനോവക്കാരുടെ. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ വായിച്ച കാലത്ത് യോനായുടെ രക്ഷയെ പറ്റിയാണ് പറഞ്ഞത്. അതെ, യോന ദൈവത്തെ പഠിപ്പിക്കുന്നവനായി, നിനോവക്കാർ ദൈവത്തെങ്കിൽ നിന്നും പഠിക്കുന്നവരായി. അപ്പോൾ രക്ഷ ആവശ്യമാർക്ക്? യോനായ്ക്കോ നിനോവക്കാർക്കോ? ഈ മാരാമൺ കൺവെൻഷൻ ക്രിസ്ത്യാനികളുടെ രക്ഷയ്ക്കോ ക്രിസ്തരുടെ രക്ഷയ്ക്കോ? ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇന്നും ഈ മുകളിലിരിക്കുന്നവരാണോ താഴെ ഇരിക്കുന്നവരാണോ ആദ്യം രക്ഷപ്പെടുന്നത്? യോനായുടെ പുസ്തകം പറയുന്നത് ദിനവക്കാരുടെ മാനസാന്തരത്തെ പറ്റിയാണോ യോനായുടെ മാനസാന്തരത്തെ പറ്റിയാണോ? എല്ലാവരും പാപം ചെയ്ത് കുറ്റമുള്ളവരായി തീർന്നിരിക്കുക. അതുകൊണ്ട് ഞാൻ ഇന്ന് പ്രധാനമായി പറയുന്നത് സഭയുടെ അനുതാപം ലോകത്തിൻ്റെ രക്ഷയ്ക്ക് ആവശ്യം. സഭയെ ദൈവം എന്തിനാക്കി? ലോകരക്ഷയ്ക്ക്. ഇന്ന് സഭയുടെ സഭയത്വം എന്ന് പറയുന്നത് സഭയാക്കുന്ന അതിൽ നിന്ന് സഭ അന്യപ്പെട്ടു പോയിരിക്കുന്നത് കൊണ്ടാണ് ലോകം ഈ നിലയിലായിരിക്കുന്നത്.
രക്ഷയിലേക്ക് വന്നില്ലയോ? അതാണ് രക്ഷിക്കപ്പെട്ടു എന്ന് വിചാരിക്കുന്ന നീ യഥാർത്ഥ രക്ഷ അനുഭവിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ് എനിക്കുള്ളത്. ഈ കൺവെൻഷൻ മുഖാന്തരം രക്ഷിക്കപ്പെട്ടതായ മാർത്തോമാക്കാർ രക്ഷയുടെ പൂർണ്ണതയുടെ വഴിയിലേക്ക് പ്രവേശിക്കുന്നതിനിടയാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. യോന എന്നെപ്പോലെ തൻ്റെ ജീവിതം ആരംഭിച്ചത് ഒരു ഉപദേശിയായി. ദൈവത്തിന് ആ കാലത്ത് ഇഷ്ടമായി. ലോകസ്നേഹമാണോ ലോകത്തെ ഉള്ള സ്നേഹമാണോ ആവശ്യം? വലിയ ലോകസ്നേഹിയായി നിങ്ങൾ കാണുന്നത് ആരെയാ? ഞാൻ യേശുക്രിസ്തുവിനെയാകാം. യേശുക്രിസ്തുവിൻ്റെ 100 സ്നേഹം, ലോകസ്നേഹം എനിക്ക്. യേശുക്രിസ്തു ലോകത്തെ സ്നേഹിച്ചു എന്നുള്ളതാണ് പ്രധാന വാക്യം. തൻ്റെ ഏകജാതനാൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഇവിടെ ഇരിക്കുന്നതിൽ എത്ര ആളുകൾ ലോകത്തെ സ്നേഹിക്കുന്നു? അതുകൊണ്ട് ഇന്ന് ഞാൻ പറഞ്ഞത് ലോകത്തെ യേശുക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുന്ന ഒരു കൂട്ടമായി മാർത്തോമാ സഭ തീരണം. മാർത്തോമാ സഭയല്ല, ലോകം മുഴുവൻ തീരണം. എനിക്ക് പരിചയമുള്ളവരോട് പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. ഈ മാരാമൺ കൺവെൻഷൻ 119ാമത് കൺവെൻഷനല്ല, 1ാമത്തെ കൺവെൻഷനാണ്. ഏതാ ശരി? വലിയ പ്രസംഗകനും ബഹുമാനും സെക്രട്ടറി ആയി തിരഞ്ഞെടുക്കത്തക്കവണ്ണം പോപ്പുലാരിറ്റിയൊക്കെ ഉള്ള അച്ഛനും ഇത് 119 ഇവിടെ പറഞ്ഞു. എൻ്റെ അഭിപ്രായം 118 വർഷം കണ്ടിട്ടില്ലാത്ത അത്ഭുതം ഈ വർഷം നമുക്കിവിടെ കാണാം. ആ മുടന്തൻ എഴുന്നേൽക്കണം, കടക്കെടുത്തുകൊണ്ട് നടക്കണം. വീഞ്ഞില്ലാത്ത കല്യാണത്തിന് വീഞ്ഞ്, വെള്ളം വീഞ്ഞാകണം. മരിച്ച ലാസർ ഉയർത്തെഴുന്നേൽക്കണം. അതെല്ലാം എഴുതിയിപ്പുണ്ട്. കല്യാണത്തിന് വീഞ്ഞ് കുടിച്ച് തികയാഞ്ഞ് പിന്നെയും കുടിച്ചുകൊണ്ടിരിക്കുന്ന പലരും വീട്ടിൽപ്പുണ്ട്. മുടന്തനായിരുന്ന ആള് ഇപ്പോൾ വടിയും ഒന്നുമില്ലാതെ നടക്കുന്ന ആളുണ്ട്. അവരെല്ലാവരും എഴുന്നേൽക്കണം. അവര് ആരോഗ്യത്തിന് നിറവുകൊണ്ട് നടക്കണം. ആ കൺവെൻഷനാണ് അത്. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ അറിഞ്ഞ 118 കൺവെൻഷനും യേശുക്രിസ്തുവിനെ അനുഭവിക്കുന്ന 1ാമത്തെ കൺവെൻഷനുമായിട്ട് തീർന്നു. യോനായ ദൈവം എന്നെ വിളിച്ചപ്പോൾ യോനായെ വിളിച്ചു, നീ അവിടെ പോകണം, നിനവക്കാരോട് പ്രസംഗിക്കണം, ഇതാ സുവിശേഷം എന്ന് പറഞ്ഞു. അവരെല്ലാം നശിച്ചു പോകും, അവരെ നാശത്തിൽ നിന്ന് വിടുവിക്കണം. ലോകം രക്ഷിക്കപ്പെടണം. പൊള്ളാച്ചിക്കാർ രക്ഷിക്കപ്പെടാനല്ല, ലോകം രക്ഷിക്കപ്പെടണം. ഇന്ന് ലോകത്തെ നശിപ്പിക്കുന്നത് എന്ത്? അത് വേദത്തോടെ പതിച്ചു കളയുക. ഇതൊക്കെ ഈ വേദപുസ്തകം നമുക്ക് വായിക്കാനുള്ള പുസ്തകമല്ല, മനസ്സിലാക്കാനും ജീവിക്കാനുമുള്ള പുസ്തകം. ഇത് വേദപുസ്തകം വായനയായിപ്പോൾ. ഇപ്പം മത്തായിച്ചൻ വായിക്കുമെന്ന് പറയും, നമ്മൾ ഉറങ്ങുകയും ചെയ്യും. അതല്ല വേണ്ടത്. എന്താണ്? അവനോട് പറഞ്ഞു, നമുക്ക് 2 പേർക്കും കൂടി ഇന്ന് പ്രസിഡന്റിൻ്റെ വീട്ടിൽ ഭക്ഷണം ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന്.
പ്രസിഡന്റ് ആര്? ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാന്ന് നമുക്കറിയാം. ലോകത്തിൻ്റെ പ്രസിഡന്റ് ആര്? യഹോവയായ ദൈവം. അവിടെ നിന്ന് നമുക്ക് രണ്ടുപേർക്കും കൂടെ ഊണ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറയും. ഇത് നിങ്ങൾ വേദപുസ്തകം വായിക്കാത്തതുകൊണ്ട് ഇത് നിങ്ങൾക്കറിയാം. ഇത് അച്ഛന്മാർക്കറിയാം, അവർക്ക് വായിച്ചേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങൾ സ്വർഗത്തിൽ പോകും. അവർക്കറിയാം ആരാ പോകുന്നതെന്ന്. എന്നാൽ ഇത് ഒരു തെറ്റിയ ഉപദേശമാണ് എൻ്റെ കാര്യം. സ്വർഗത്തിൽ ഒരു കള്ളൻ പോയതായിട്ട് എൻ്റെ പുസ്തകത്തിലില്ല. ഇപ്പം ഇന്നലെ മെത്രാപ്പൊലീത്ത എനിക്ക് ഒരു ആധുനിക വേർഷൻ തന്നു. ഇവിടെ നിങ്ങളിതൊക്കെ കണ്ടതാണ്. ഇനി അതൊന്ന് വായിച്ച് നോക്കണം, അതിൻ്റെ അകത്ത് ഇതുണ്ടോ ഇല്ലയോ. കള്ളൻ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നതിൻ്റെ അകത്ത് കള്ളൻ പോയതായിട്ടില്ല. 2 കള്ളന്മാരുണ്ടായിരുന്നു. ഒരുത്തൻ പറഞ്ഞു നീ രാജാവാന്ന്. അവനോട് പറഞ്ഞു എൻ്റെ രാജ്യത്തിൽ നിന്നെ ഞാൻ ഗവൺമെൻറ് സെക്രട്ടറി ആക്കി. മറ്റവനൊന്നും പറഞ്ഞുമില്ല. അവനിപ്പോഴും അവിടെ കുഴപ്പമുണ്ടായിരിക്കും. ഈ കള്ളൻ സ്വർഗത്തിൽ പോയി എന്ന് പറഞ്ഞത് അച്ഛന്മാരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ അവർക്ക് പോയി പറ്റാൻ നോക്കുകയില്ല. കള്ളനെ കൊണ്ടുപോയില്ല, ദൈവത്തെ രാജാവായി സ്വീകരിച്ച ആളുകളാണ് കൊണ്ടുപോയത്. അവനാണ് കള്ളൻ എന്ന് പറയുന്നത്. ഇപ്പോഴങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് എല്ലാ കള്ളന്മാരും ദൈവത്തെ രാജാവായി സ്വീകരിച്ച് സ്വർഗത്തിൻ്റെ അവകാശികളാണ്. നമുക്ക് അങ്ങനെ തിരുമേന്മാർ വേണം, അങ്ങനത്തെ അച്ഛന്മാർ വേണം, അങ്ങനത്തെ ആത്മായക്കാർ വേണം. 2014 മാർത്തോമാ സഭയുടെ ജീവിതത്തിൽ മറക്കാൻ പാടില്ലാത്ത ഒരു വർഷമായി. ദൈവത്തോടുകൂടെ സ്വർഗത്തിലേക്ക് യാത്ര ആരംഭിക്കുന്ന ഒരു കൂട്ടമായിട്ട് ഈ കൺവെൻഷൻ തീരും. ഞാൻ യോനായുടെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ വന്നപ്പം പത്രോസിൻ്റെ കാര്യം, അത് ഈ ഓർമ്മക്കുറവുണ്ടാണ്. എന്നല്ല, യോന ചെയ്തത് എന്താണ്? കർത്താവ് പറഞ്ഞു നീ സുവിശേഷം പറയണം. അതായത് സാധാരണഗതിയിൽ തന്നെ മരിക്കുന്ന മട്ടില്ല. അതുകൊണ്ട് പറയുന്നതാണ്. അങ്ങനെയല്ല, ജീവിതം ദൈവത്തിലേ ഉള്ളൂ. ആരെല്ലാം ജീവിക്കുന്നു അവരിൽ ജീവനുണ്ട്. നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായി, അതാണ് ജീവൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? നമുക്ക് സമൃദ്ധി എന്ന് പറഞ്ഞാൽ തന്നെ ആവശ്യത്തിലധികം. ഞാൻ ചോദിക്കുന്നത്, നമുക്ക് സ്വർഗത്തിൽ പോകണമെന്നാണോ ഭൂമിയിൽ ജീവിക്കണമെന്നാണോ താല്പര്യം? ഏതാണ് നിങ്ങളുടെ താല്പര്യം? അതോ സ്വർഗവും ഭൂമിയും ഇപ്പോഴാണോ കേൾക്കുന്നത്? ആദ്യം ഇപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ചെല്ലുന്നത് വരെ സ്വർഗത്തിൽ താമസിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ചെല്ലുമ്പോഴത്തേത് എന്നാണ് അവിടെ ചെല്ലുമ്പോഴേ അറിയുള്ളൂ, മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് യോനായോട് പറഞ്ഞു, എൻ്റെ സാദൃശ്യത്തിൽ ഞാൻ സൃഷ്ടിച്ച് ജീവിക്കാൻ ഈ മനോഹരമായ കൊടുത്ത ഈ ജനങ്ങൾ നശിക്കരുത്. നിങ്ങൾ 3 വർഷം മാരാമെന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിച്ച് ദാനമായി കിട്ടിയ ഒരു പൈതലുണ്ട്. ആ പൈതൽ മരിക്കുകയാണെങ്കിൽ 7 മക്കളുള്ളവൻ്റെ മകൻ മരിച്ചതുപോലെയാണോ?
അതുപോലെയുള്ള പറഞ്ഞു യോഹന്നാനോട് പറഞ്ഞു എൻ്റെ ജനം അവരിപ്പോൾ നശിക്കും. നീ പോയി ചെന്ന് അവരോട് പറയണം, നിങ്ങൾ വഴികൾ വ്യത്യാസപ്പെടുത്തണം, അത് നാശം മുമ്പോട്ടാണ്. ഞാൻ പറയുന്നത് നീ നിൻ്റെ കൂടെ കൂട്ടുകൂടാൻ കൊള്ളുകയില്ല, കൊണ്ട് നടക്കാൻ കൊള്ളാം, കൂട്ടുകൂടാൻ കൊള്ളുക. ആപത്ത് അനർത്ഥത്തിൽ നിന്നൊക്കെ വിടുവിക്കാനൊക്കെ സഹായിക്കും. എന്നാൽ കൂടെ നടന്ന പറയുന്നതെല്ലാം കുഴപ്പങ്ങളാണ്. ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നു. ഒരുത്തൻ ചെന്ന് പറഞ്ഞ് എനിക്ക് നിത്യജീവൻ വേണമെന്ന് പറഞ്ഞു. നിനക്ക് ഉള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്നവനോട് പറഞ്ഞു. ഇതിൽ കൂടിയ കുഴപ്പമുണ്ട്. എല്ലാം വിൽക്കാൻ നോക്കൂ. ഇനി ലോകരെല്ലാം കൂടെ ഒന്നാം വിൽക്കാൻ പോയാൽ വാങ്ങിക്കാനാരാ? ദൈവമാണെന്ന് വിചാരിച്ച് വന്നാൽ അവന് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തേച്ച് വരാൻ നടക്കുമോ? അപ്പോൾ നിനവക്കാരോട് കർത്താവ് പറഞ്ഞാൽ മോമിനോ പറയും, നീ എന്ന് പറയാൻ നിനക്കുള്ളതെല്ലാം വെച്ച് ദരിദ്രർക്ക് കൊടുക്കുക. പിറ്റേ ദിവസത്തെ അടക്കുന്നത് ആരെയാണ്? അന്നത്തെ യൂതമതസഭയിലെ മെത്രാപ്പോലീത്ത പിറ്റേ ദിവസം അടക്കുന്ന യോനായ. അവൻ പറഞ്ഞ് എന്നെ കൊണ്ടത് പറ്റുകയില്ല. അതും പോട്ടെ, അവരെല്ലാം കൂടെ കൂടിപ്പടിയും കർത്താവെ ക്ഷമിക്കണമേ, തെറ്റിപ്പോയി, അങ്ങനെ ചെയ്തു പോയി, അറിഞ്ഞില്ല എന്നൊക്കെ. അതൊക്കെ എല്ലാം പ്രാർത്ഥന നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്, എല്ലാം ചൊല്ലി കേൾപ്പിക്കും. അപ്പോൾ കർത്താവ് അങ്ങ് മനസ്സരി. അവർ മനസ്സരിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് മനസ്സരിയും. അതായത് ദൈവത്തിൻ്റെ വലത്തുഭാഗം നിങ്ങൾക്കെല്ലാവർക്കായി തുറന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിൻ്റെ അവകാശികളായിട്ട് ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാവരും തീരാമെങ്കിൽ ലോകം കണ്ടിട്ടുള്ളതിലേക്കും വലിയ വിപ്ലവം ഇവിടെ നടക്കും. അത് നമുക്ക് ദൈവത്തോടുള്ള സാധിക്കും. അങ്ങനെ അതുകൊണ്ട് ഞാൻ പറയുന്ന സംഗതി, മനസ്സലിവുള്ള ദൈവത്തെ നിങ്ങൾക്ക് വേണോ വേണ്ടായോ? എങ്കിൽ ദൈവത്തെ പോലെ നമുക്ക് മനസ്സലിവുണ്ടോ? നിനവ പട്ടണം മുഴുവനും അനുദപിച്ചു. മാരാമൺ കൺവെൻഷൻ ക്രിസോസ്റ്റം മത്രാച്ചൻ മുതൽ എല്ലാവരും അനുമതി എന്ന് പറയാൻ നോക്കുമോ? നിങ്ങളുടെ ടിക്കറ്റ് എവിടേക്ക്? ദൈവത്തിൻ്റെ വലത്തു ഭാഗത്തേക്കോ? നിങ്ങൾ ആ ടിക്കറ്റ് ഒന്നെടുത്ത് നോക്ക. ഇന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ടിക്കറ്റ് ദൈവത്തിൻ്റെ വലത്തു ഭാഗത്തേക്കോ ഈ പത്മശ്രീ സാത്താൻ്റെ ഇടത്തു ഭാഗത്തേക്ക് എവിടേക്ക്? അപ്പോൾ യോന പറഞ്ഞു, നീ ഒരു ചരിവ് കാണിക്കും, ഞാൻ ചെന്ന് പറയും, അവർ പ്രാർത്ഥിക്കും, കുറച്ച് പേരെയും മനസ്സലിയും, അപ്പം നിൻ്റെയും മനസ്സലിയും, ഞാൻ മണ്ടനാകുകയും ചെയ്യും, നിങ്ങൾ രണ്ടും മിടുക്കന്മാരാകുകയും ചെയ്യും. ആ പണി വേണ്ടെന്ന്. അതിൽ യോന കാണിച്ചത് തെറ്റോ ശരിയോ എന്നാണ് നിങ്ങളുടെ അഭിപ്രായം? മനസ്സലിവില്ലാത്തവൻ ദൈവം സൃഷ്ടിച്ച മനുഷ്യനാണോ? ദൈവത്തിൻ്റെ വലിയ സ്വഭാവം മനസ്സലിവാണ്. ദ സെയിം മൈൻഡ്. അവൻ്റെ മനസ്സലിഞ്ഞു 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 എന്ന് വേദപുസ്തകത്തിൽ പലയിടത്ത് എഴുതിയിട്ടുണ്ട്. ഇന്ന് ഈ മാരാമൺ കൺവെൻഷനിൽ ഇരിക്കുന്നത് നിൽക്കുന്ന ആര്, നമ്മളെത്ര പേരുടെ മനസ്സലി? നിങ്ങളോടൊരു കാര്യം പറയാം. വീട്ടിൽ ചെന്ന് മുഖമൊക്കെ കഴുകി നിങ്ങളുടെ മുഖം നോക്കണം. കുറച്ച് നേരം കൂടെ നോക്കിയിട്ട് ഒരു മനസ്സലിവുള്ള മുഖമാണോ അല്ലയോ എന്നൊന്ന് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ
മനസ്സലിവ് തന്നെ. കർത്താവേ, നിനക്ക് ഉണ്ടായ മനസ്സലിവ്, നിന്നിൽ കൂടെ യോനായ്ക്ക് ലഭിച്ച മനസ്സലിവ് എനിക്കും ഇന്ന് തരണമേ എന്ന് പ്രാർത്ഥിക്കും. ദൈവം ഒരു ചോദ്യം ചോദിച്ചു. ഒരു രാത്രി നിനക്ക്, ഒരു പകൽ നിനക്ക് തണൽ തന്ന ആവണെ കാണോ? യോഗാന്തിയുഗം എന്നോടുകൂടെ താമസിക്കേണ്ട ഈ മാരാമൺ കൺവെൻഷനുകാർ കാണോ ഞാൻ വിലവി? നിന്റെ ആവശ്യം നിന്റെ വീടാണോ, അതോ നിനക്ക് മതിയായ ദൈവമാണ്? ദൈവം യോനായോട് പറഞ്ഞു, യോനായെ, ആവണക്കല്ല ആവശ്യം, ആവണക്ക് നല്ലതാണ്, അതുകൊണ്ടാണ് നിനക്ക് തണലിന് ഞാനത് തന്നത്. ഭക്ഷണം ആവശ്യമാണ്, ഏറ്റവും വലിയ ആവശ്യം ദൈവമാണ്. നിനക്ക് വേണ്ടി ജീവൻ വെച്ച ആ ദൈവമാണ് ആവശ്യം. സ്നേഹിതരെ, വിശ്വാസികളെ, കർത്താവിൽ വാത്സല്യമുള്ളവർ, സ്വർഗം വിട്ട് ഭൂമിയിൽ വന്ന് ഭൂമിയിൽ മനുഷ്യൻ്റെ കഷ്ടതയുടെ മധ്യത്തിൽ അവരോടുകൂടെ ജീവിച്ച് എല്ലാവർക്കും ആരോഗ്യവും സമാധാനവും സംതൃപ്തിയും നിത്യജീവൻ്റെ പ്രത്യാശയും നൽകിയ ദൈവമേ, ആ നിൻ്റെ അനുഗ്രഹങ്ങൾ ഇന്ന് എനിക്കും ഞങ്ങൾക്കും നൽകണം. ഞങ്ങളെ ആശീർവദിക്കണമെന്ന് ഒരു നിമിഷം നമുക്ക് പരമാർത്ഥ ഹൃദയത്തോടുകൂടെ പ്രാർത്ഥിക്കാം. കർത്താവെ, കേൾക്കണമേ, അനുഗ്രഹിക്കണമേ, അങ്ങേ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ആമേൻ.